നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിന് താഴെ തൊട്ടടുത്ത് മൂക്കിനടുത്ത് മൂക്കിൻ തുമ്പിൽ വളരെയേറെ ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാർക്ക് തമ്പടിക്കുവാനും ആയുധങ്ങൾ കരുതി വെക്കുവാനുമുള്ള ഒരു കേന്ദ്രമുണ്ടായിരുന്നു. അത് അവിടെ കുത്തും വെട്ടുമൊക്കെ ഉണ്ടായ സമയത്ത് പോലീസിന് പോലും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലായിരുന്നു. പോലീസ് കടന്നു ചെല്ലുകയും അവിടെ കണ്ടുപിടിക്കുകയും ഇടിമുറി ഉൾപ്പെടെയുള്ളത് സീൽ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ്. ഈ ബാലികേറ മല എന്ന പോലെ ആയിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ആ ഭാഗങ്ങളെല്ലാം തന്നെ. തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് വേണ്ടി സമരം ചെയ്യുവാനും അവരെ കല്ലെറിയുവാനും പൊതുമുതൽ നശിപ്പിക്കുവാനും വേണ്ടി ഒരു കൂട്ടം കഴുതകളെയും ക്രിമിനലുകളെയും വാർത്തെടുത്ത ഒരു സ്ഥലമായി മാറി പലപ്പോഴും അത് എന്ന് പറയേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസം ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഇടിമുറിയിൽ മർദ്ദിച്ച് അവശനാക്കി. ഈ വിവരം പുറത്തു പറഞ്ഞാൽ അവൻ്റെ കാല് വെട്ടും, വീട്ടിൽ കയറി തല്ലാൻ ഞങ്ങൾ മടിക്കില്ല എന്നാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. അവനതിൻ്റെ കേസ് കൊടുത്തു. ആ കേസിന് യാതൊരുവിധ റെസ്പോൺസും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. കേസ് കൊടുക്കാൻ ചെന്ന ആളിനെ കേസ് കൊടുത്തതിന് ശേഷം അദ്ദേഹം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ SHOയ്ക്ക് വിവരം കിട്ടിക്കാണും. ഒന്നും എടുക്കണ്ട, ഒരു നടപടി എടുക്കണ്ട, ഞങ്ങൾ സോൾവ് ചെയ്തോളാം. അത് കേൾക്കാനാണല്ലോ അദ്ദേഹത്തിന് അവിടെ നാം ശമ്പളവും കൊടുത്ത് നമ്മുടെ ചെലവും കൊടുത്ത് കാക്കിയും ഒക്കെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഒന്നും ചെയ്തില്ല. മാത്രമല്ല, അടി കൊണ്ടത് അദ്ദേഹത്തിൻ്റെ അനിയനോ മകനോ അനന്തരവനോ ഒന്നുമല്ല. അതുകൊണ്ട് അയാൾക്ക് നോവത്തുമില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സിദ്ധാർത്ഥൻ മരിച്ചിട്ട് 1 വർഷം തികയുന്നതിന് മുമ്പാണ് അടുത്ത ഒരു ദാരുണ സംഭവത്തിലേക്ക് പോകുന്നത്. ഇവരെയൊക്കെ ഇങ്ങനെ കയറൂരി വിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം വളരെയേറെ വഷളാക്കിയതിൻ്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്ന പല സംഭവങ്ങളും. ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ളവരെ തങ്ങളുടെ പാർട്ടിയുടെ ഭാഗമാക്കിയെടുത്ത് അവരെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് അവരെ തള്ളിവിട്ട് കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും മാഫിയ ബന്ധങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനും നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെയേറെ ഉപയോഗിച്ചതിൻ്റെ പ്രതിഫലമായിട്ടാണ് നല്ല കുട്ടികൾ, ചിന്തിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഭാവിയെപ്പറ്റി ചിന്തയുള്ളവർ നമ്മുടെ രാജ്യത്തു നിന്ന് പുറത്തേക്ക് പോകുന്നതെന്ന് ഇനിയെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇവരെ മണ്ടന്മാർ എന്ന് വിളിക്കേണ്ടിയിരിക്കുന്നു. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെടുക്കുന്ന പല തീരുമാനങ്ങളും തുക്ലക്കൻ തീരുമാനങ്ങളാണെന്ന് നമുക്കറിയാം. സ്ഥിര നിയമനം കിട്ടിയ ആൾക്കാരെ പോലും ഡെയിലി വേജിലേക്ക് നിശ്ചയിക്കാൻ പോകുന്ന അവസ്ഥ. ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ ഈ വിദ്യാഭ്യാസ വകുപ്പിനെ ഇങ്ങനെ കയറൂരി വിടാൻ പാടുണ്ടോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഒരു കുട്ടി അവനെ വിവസ്ത്രനാക്കി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി തെളിവ് നശിപ്പിച്ച് ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ വീട്ടുകാരോട് അന്നും ചെന്ന് ചേർത്ത് പിടിച്ച് പറഞ്ഞു, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഇപ്പം ശരിയാക്കി തരാമെന്ന്. എല്ലാ തെളിവുകളും നശിപ്പിച്ചതിന് ശേഷം CBI എൻക്വയറിക്ക് വിട്ടുകൊടുത്തു. അവിടെ ഒന്നും നടന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇവരെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ്, സംരക്ഷിക്കാൻ ആളുള്ളത് കൊണ്ടാണ് കൂടെ പഠിക്കുന്നവൻ്റെ കഴുത്തിന് പിടിക്കാനും അവൻ്റെ കവളത്തടിക്കുവാനും മറ്റുള്ളവന് തോന്നുന്നത്. എന്ത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പുറത്താണ് കുഞ്ഞുങ്ങളെ ഇവരിങ്ങനെ വളർത്തിയെടുക്കുന്നത്? ഇതിനെയൊക്കെ പ്രത്യയശാസ്ത്രം എന്ന് പറയാൻ പറ്റും? ഒരു പ്രത്യയശാസ്ത്രവും കൂടെ ജീവിക്കുന്നവനെ, സഹജീവിയെ തല്ലിക്കൊല്ലാനോ അവനെ ചവിട്ടുവാനോ അവൻ്റെ നാഭിക്ക് തൊഴിക്കാനോ കാല് വെട്ടുവാനോ കൈവെട്ടുവാനോ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരിടത്തും ഒരാളും മറ്റൊരാളെ ഉപദ്രവിക്കാൻ പഠിപ്പിക്കുന്നില്ല എന്നത് ലോകസമാധാനത്തിന് വളരെ അനിവാര്യമായൊരു കാര്യമാണ്. ഈ കുഞ്ഞുങ്ങളാണ് നാളെ രാവിലെ നമ്മളെ നയിക്കേണ്ടവരായി വരുന്നത്, നമ്മുടെ ഉദ്യോഗസ്ഥന്മാരായി വരേണ്ടത്. നമുക്കറിയാം, പോലീസ് സേനയിലേക്ക് വന്ന ഒരാൾ ഒരു കേസിലെ പ്രതിയായിരുന്നു. അങ്ങനെ ഏതെല്ലാം മേഖലകളിലാണ് ഈ നമ്മുടെ സംസ്ഥാനത്തെ ദുരുപയോഗം ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കുട്ടികളുടെ ഭാവി രാഷ്ട്രീയക്കാരൻ്റെ കയ്യിലല്ല, അവൻ്റെ മാതാപിതാക്കളുടെ കയ്യിലാണെന്ന് മാതാപിതാക്കൾക്ക് തോന്നാത്തതാണ് കാരണം. മകൻ ഇന്ന കക്ഷിയുടെ യുവജന വിഭാഗത്തിൻ്റെ നേതാവാണെന്നുള്ള ധാരണയിൽ അവൻ നാളെ മന്ത്രിയാവും, MLA ആവും എന്നൊക്കെ വിചാരിച്ചാണ് അമ്മയും വീട്ടുകാരും ഒക്കെ അവനെ രാഷ്ട്രീയത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. അവനൊന്നും ആകുന്നില്ലെങ്കിലും ജയിലിൽ കിടക്കുവാനും 100 കണക്കിന് കേസുകളിൽ പ്രതിയാകുവാനും സാധിക്കും. ഒരു പ്രാവശ്യം ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരു പ്രാവശ്യം പാർട്ടിക്ക് വേണ്ടി ക്രിമിനൽ കേസിൽ പ്രതിയായാൽ എന്നും നിങ്ങൾ ക്രിമിനൽ കേസിൽ പ്രതിയായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കൊരു നല്ല ജോലിക്കോ നിങ്ങൾക്കൊരു ഗൾഫിൽ പോകുന്നതിനോ ഒന്നും പറ്റാതെ ഇവരുടെ അടിമക്കൂട്ടമായി മാറുവാനാണ് നമ്മുടെ യൂത്തും ഇങ്ങനെ പോയാൽ അവർക്ക് പറ്റത്തുള്ളൂ എന്നുള്ള അവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കോളേജുകളിലെ രാഷ്ട്രീയ അതിപ്രസരം ഒഴിവാക്കിക്കൊണ്ട് കുട്ടികൾക്ക് പഠിക്കുവാനുള്ള നല്ല അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്.
കേരളത്തിൽ 2 വിദ്യാഭ്യാസ മന്ത്രിമാരുള്ളത്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. എന്തിനാ ഇങ്ങനെ 2 വകുപ്പ്? 2 വകുപ്പിലെ മന്ത്രിമാർക്കും കൂടി എത്ര കോടി രൂപയാണ് ഒരു വർഷം നമ്മൾ ചിലവാക്കുന്നത്? ഇവരൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്താണ്? തൊട്ട് സെക്രട്ടേറിയറ്റിന്റെ ഈ മൂക്കിന് താഴെ നടന്ന കാര്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ആ മാഡം എന്താണ് ചെയ്യുന്നത്? സ്വന്തം ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി പോലും ബോധമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ മന്ത്രിയായി തന്റെ വകുപ്പ് ഭരിക്കാൻ സാധിക്കും? ഒത്തിരി ചോദ്യങ്ങൾ സമൂഹത്തിന് ഇവരോട് ചോദിക്കാനുണ്ട്. ഭയം കൊണ്ടാണ് ചോദിക്കാത്തത്. എന്തായിരുന്നാലും കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള ഈ കളി, അവരുടെ രക്തം കൊണ്ടുള്ള ഈ കളി ഏത് പ്രസ്ഥാനത്തിനായാലും, ഏത് തത്വശാസ്ത്രത്തിനായാലും, ഏത് നീതിശാസ്ത്രത്തിൻ്റെ പേരിലാണെങ്കിലും തെറ്റാണ്. ആ തെറ്റ് ഇവർക്ക് ബോധ്യം വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഇത്തരം പ്രസ്ഥാനങ്ങൾ ഈ ലോകത്ത് തന്നെ പോകും എന്ന് അവർ തന്നെ ഭാവിയിൽ മനസ്സിലാക്കും. അതിനിടവരുത്താതെ നമ്മുടെ കുഞ്ഞുങ്ങളെ കലാലയങ്ങളിൽ വിടുന്നത് പഠിക്കാനാണെന്നും അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും നല്ല വിദ്യാഭ്യാസവും കൊടുത്തു നല്ല തൊഴിലും കൊടുക്കുവാനുള്ള ശ്രമമാണ് ഓരോ സർക്കാരുകളും ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ടതെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.